കഥ തുടരുന്നു. ദിലീപ് ഗോപിദാസിൻ്റെയും ബാലുവിൻ്റെയും മാധവൻ്റെയും ഭാനുമതിയുടെയും വിഷ്വൽസുകൾ എടുത്തു. പല്ലവി ഈ തൊഴിൽ സ്വീകരിച്ചതിൽ അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. എല്ലാവരും അവൾക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച രൂപത്തിൽ തന്നെ മറുപടിയും നൽകി. ഗോപിദാസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു പഴയ ചെത്ത് തൊഴിലാളിയായിരുന്നു ഞാനും. എല്ലാ അച്ഛന്മാരെയും പോലെ എനിക്കും എൻ്റെ മോള് ഉയർന്ന നിലയിൽ എത്തണം എന്നതായിരുന്നു ആഗ്രഹം. അതിനിടയ്ക്കാണ് എൻ്റെ ജീവിതം തകിടം പറഞ്ഞത്. എൻ്റെ ഭാര്യ തങ്കം അസുഖം വന്ന് മരിക്കുകയും ചെയ്തു. പിന്നെയുള്ളത് പ്രായമായ എൻ്റെ അച്ഛനും അമ്മയും സ്കൂൾ വിദ്യാർത്ഥിയായ മകനുമാണ്. ഒരു സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരുന്നാൽ മൂക്കിൽ പല്ല് മുളയ്ക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഗോപിദാസ് ഒന്ന് നിർത്തി. ഇത്തിരി നേരം കഴിഞ്ഞാണ് ബാക്കി പറഞ്ഞത്. എല്ലാ വശങ്ങളും ചിന്തിച്ചതിന് ശേഷമാണ് എൻ്റെ മോള് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ആദ്യം എനിക്ക് അതിനോട് യോജിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കുടുംബം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമായി ഞാൻ താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മകളാണ് ശരിയെന്ന് തോന്നി. അവളുടെ തീരുമാനങ്ങളും. ഗോപിദാസ് പറഞ്ഞ് അവസാനിപ്പിച്ചു. സഖാവ് കർണൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി പല്ലവി തെങ്ങിൽ കയറി കള്ളെടുക്കുന്നത് ഷൂട്ട് ചെയ്യണം, ഹരിലാൽ അറിയിച്ചു. അപ്പോൾ തന്നെ ദിലീപ് 25,000 രൂപയെടുത്ത് പല്ലവിക്ക് നീട്ടി. വല്യമ്മേ, അത് വാങ്ങിച്ചോ? അവൾ പറഞ്ഞു. ഭാനുമതി പണം വാങ്ങി. മുറ്റത്ത് സുരേഷിനടക്കം കുറച്ച് പേർ ചാനലുകാരെ കണ്ട് കാത്തു നിൽക്കുകയാണ്. ഹരിലാൽ അവരുടെ അഭിപ്രായങ്ങളും ചോദിച്ചറിഞ്ഞു. എല്ലാവരും നല്ലത് മാത്രമാണ് പറഞ്ഞത്. ഓലമറയ്ക്കിടയിലൂടെ ഇതൊക്കെ കണ്ടു നിന്ന മറപ്പുര ഭാർഗവൻ പല്ലു ഞെരിച്ചു. എന്നാൽ ഭാര്യ ദമയന്തിക്ക് ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കണമെന്ന അതിയായ മോഹം ഉണ്ടായിരുന്നു താനും. ദിലീപ് തിരികെ വീടിൻ്റെ തിണ്ണയിലേക്ക് കയറി. നമുക്കിനി പോയാലോ പല്ലവി? പോകാം. അവൾ കത്തിക്കുടം ഒപ്പം ഫൈബർ കൊണ്ടുണ്ടാക്കിയ ചുരക്കിയുടെ ആകൃതിയിലുള്ള പാത്രവും എടുത്തു. അതിൽ കെട്ടിയിരുന്ന ചെറുവള്ളി കത്തിക്കൂടിൽ കുരുക്കിയിട്ടു. 5 ലിറ്ററിൻ്റേതായിരുന്നു അത്. മാട്ടത്തിൽ നിന്ന് കള്ള് പകർന്നെടുക്കാനുള്ളതാണ്. അനന്തരം വാങ്ങി വെച്ചിരുന്ന 20 ലിറ്ററിൻ്റെ വെളുത്ത വലിയ കന്നാസും പല്ലവി എടുത്തു. ചിറയിലൂടെ കിഴക്കോട്ട് നടന്ന അവളെ ക്യാമറ പിന്തുടർന്നു. കരുണനും നേരത്തെ മുന്നിൽ മുറ്റത്ത് നിന്നിരുന്നവരും ചാനലുകാർക്ക് പിറകെ പോയി. ആദ്യത്തെ തെങ്ങിൽ ചുവട്ടിൽ പല്ലവി വലിയ കന്നാസ് വെച്ചു. തുടർന്ന് തെങ്ങിൽ കയറി. ദിലീപ് ക്യാമറയിൽ ആ രംഗങ്ങൾ സൂം ചെയ്യുകയാണ്. പല്ലവി തെങ്ങിൻ മുകളിലെത്തി ഫൈബർ ചുരയ്ക്ക ഓലമടലിനിടയിൽ അമർത്തി വച്ചിട്ട് മറ്റൊന്നിൽ ചാരി ഇരുന്നുകൊണ്ട് സൂക്ഷ്മതയോടെ മാട്ടം തെങ്ങിൽ കൂമ്പിൽ നിന്ന് ഊരിയെടുത്തു. അതിൻ്റെ ഭാരത്തിൽ നിന്ന് തന്നെ കൈനീട്ടം മോശമല്ലെന്ന് അവൾക്ക് ഉറപ്പായി. പല്ലവിയുടെ മനസ്സ് വല്ലാതെ ഒന്ന് തുടിച്ചു. തുടക്കത്തിൽ ഇത്രയും കള്ളുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കൂടത്തേയുള്ളൂ. അവസാന സമയത്ത് അല്പം കുറഞ്ഞേക്കും. 3 മാസമാണ് ഈ ഒരു കൂമ്പ് താൻ ചെത്തേണ്ടത്. കുടം അവൾ വളരെ ശ്രദ്ധയോടെ ചുരക്കയിലേക്ക് കമഴ്ത്തി. പിന്നീട് മാട്ടവും ഓലമടലിനിടയിൽ വച്ചിട്ട് കുത്തിക്കൂട്ടിൽ നിന്ന് തേർ വലിച്ചെടുത്തു. സൂക്ഷ്മമായി കൂമ്പിൻ്റെ അഗ്രം അല്പം ചെത്തിക്കളഞ്ഞിട്ട് കുലമുഖത്ത് മൺകുടക്കയിൽ നിന്ന് ഒരു വിരലിൽ തൊട്ടടുത്ത ചെത്ത് മണ്ണ് തേച്ച് പിടിപ്പിച്ചു. തുടർന്ന് വീണ്ടും മാട്ടം കൂമ്പിൽ തൂക്കി. ആ തെങ്ങിലെ ജോലി കഴിഞ്ഞു. കള്ളെടുത്ത ചുരക്കയിൽ കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് കയർ കൈവിരലിൽ ചുറ്റിക്കൊണ്ട് അവൾ തെങ്ങിൽ നിന്നിറങ്ങി. ക്യാമറ എല്ലാം പകർത്തി. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പല്ലവി ജോലി മുടക്കണ്ട. ബാക്കി തെങ്ങുകൾ കൂടി കയറിക്കോളൂ, ഹരിലാൽ പറഞ്ഞു. തെങ്ങിൽ നിന്നെടുത്ത കള്ള് കന്നാസിൽ ഒഴിച്ചിട്ട് അതുകൂടി എടുത്തുകൊണ്ട് പല്ലവി മുന്നോട്ട് നീങ്ങി. കരുണനും അവൾക്കൊപ്പം നിന്നു. തൊട്ടടുത്ത വീട്ടുകാർ ചാനലുകാരെ വിളിച്ച് അവരുടെ സിറ്റൗട്ടിൽ റെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയും ചായ നൽകുകയും ചെയ്തു. ആ വീട്ടുകാരോട് ഹരിലാൽ പല്ലവിയെക്കുറിച്ച് തിരക്കി. അവിടുത്തെ സ്ത്രീ പറഞ്ഞു, അവൾ ഈ ചിറയിലുള്ളതായതുകൊണ്ട് പറയുകയല്ല. ഇത്രയും നല്ല രീതിയും മനസ്സുമുള്ള ഒരു പെണ്ണ് ഈ 1-ാം കരയിൽ കാണത്തില്ല. അച്ഛനും കുടുംബത്തിനും വേണ്ടി ഇക്കാലത്ത് ഏത് പെൺകുട്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാനോ എൻ്റെ ഭർത്താവോ ഒന്ന് കിടന്നു പോയാൽ എൻ്റെ മോള് ഞങ്ങളെ ഇങ്ങനെ പരിചരിക്കും എന്ന വിശ്വാസം എനിക്കില്ല കേട്ടോ. അങ്ങനെ ആ സ്ത്രീയുടെ അഭിപ്രായം നീണ്ടുപോയി. പല്ലവി 10 തെങ്ങുകളിലും കയറി. 20 ലിറ്റർ കന്നാസിൻ്റെ ഏതാണ്ട് ഭൂരിഭാഗത്തും കള്ളായിരുന്നു. എങ്ങനെ പോയാലും 18 ലിറ്ററിൽ കുറയില്ല, കരുണൻ അഭിപ്രായപ്പെട്ടു. അത് ശരിയാണെന്ന് പല്ലവിക്ക് തോന്നി. 10 തെങ്ങുകളിൽ 2 മാത്രമായിരുന്നു കള്ള് ഇത്തിരി കുറവ്. അവൾ കന്നാസ് എടുക്കുവാൻ ഭാവിച്ചപ്പോൾ കരുണൻ തടഞ്ഞു. വേണ്ട മോളെ, ഞാനെടുക്കാം. അത് വേണ്ട സഖാവേ, സഖാവിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. പല്ലവി കന്നാസ് ഉയർത്തി നോക്കി. നല്ല ഭാരമുണ്ട്. ഇത് തൂക്കിക്കൊണ്ട് നടക്കുവാൻ പ്രയാസമാണ്. ചുരിദാറിൻ്റെ പോക്കറ്റിൽ നിന്ന് അവൾ ഫോൺ എടുത്തു. പിന്നെ ഭാനുമതിയെ വിളിച്ചു. വല്യമ്മേ, ബാലുവിനോട് കുറച്ച് കയറും എടുത്തുകൊണ്ട് സൈക്കിൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. 5 മിനിറ്റിനുള്ളിൽ ബാലു വന്നു. സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് അവൻ കരിയറിലെ സ്പ്രിങ്ങുള്ള കമ്പി പിറകിലേക്ക് വലിച്ച് പിടിച്ചു കൊടുത്തു. പല്ലവിയും കരുണനും കൂടി കന്നാസ് ഉയർത്തി അതിനിടയിലേക്ക് വെച്ചു. തുടർന്ന് കയർ കൊണ്ട് കൂടി കെട്ടി. പോകാം. ബാലു സൈക്കിൾ കയറുവാൻ ഭാവിച്ചപ്പോൾ പല്ലവി തടഞ്ഞു. വേണ്ട മോനെ, ലോഡ് വെച്ച് ചവിട്ടി നിനക്ക് ശീലമില്ലല്ലോ. താഴെ വീഴണ്ട. ആര് പറഞ്ഞു? എൻ്റെ കൂട്ടുകാരെ പിന്നിലിരുത്തി ഞാനിത് ചവിട്ടാറുണ്ടല്ലോ, അവൻ തർക്കിച്ചു. കരുണനും അഭിപ്രായപ്പെട്ടു. ബാലുവേ, ആളിനെ പിന്നിലിരുത്തുന്നത് പോലെയല്ല ലോഡ് കൊണ്ടുപോകുന്നത്. ജീവനുള്ളവർ ആകുമ്പോൾ സൈക്കിളിൽ ചരിയുകയോ തിരിയുകയോ ചെയ്യുമ്പോൾ ബാലൻസ് കീപ്പ് ചെയ്യും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. പോരാത്തതിന് ദ്രാവക രൂപത്തിലുള്ള സാധനമായതിനാൽ അത് വെട്ടിക്കൊണ്ടിരിക്കും. സൈക്കിൾ നിൻ്റെ കയ്യിൽ നിൽക്കില്ല. ഒന്ന് ചരിഞ്ഞാൽ ആ ഭാഗത്തേക്ക് മറിഞ്ഞു പോകും.
ബാലുവിന് പക്ഷേ അത് തൃപ്തിയായില്ലെങ്കിലും എതിർത്തില്ല. അവൻ സൈക്കിൾ മുന്നോട്ട് തള്ളി. കന്നാസിനുള്ളിൽ കള്ള് ഓളമടിച്ചു. മാത്രമല്ല സൈക്കിളിൻ്റെ മുൻചക്രം ഉയരുകയും ചെയ്തു. അവൻ്റെ ബാലൻസ് പോയി. പക്ഷേ സൈക്കിൾ വീഴും മുമ്പ് കരുണൻ കന്നാസിൽ പിടിച്ചു. ആ രൂപത്തിലാണ് പിന്നീട് മുന്നോട്ട് പോയത്. ആദ്യത്തെ തെങ്ങിന് അടുത്തെത്തിയപ്പോൾ ചാനലുകാരും ഇറങ്ങി വന്നു. കള്ള് കൊണ്ടുപോകുന്ന രംഗവും ക്യാമറയിൽ പകർത്തി. വീടിനരികിലെത്തിയപ്പോൾ കയറഴിച്ചു താഴെ ഇറക്കിയ കന്നാസ് പല്ലവിയും ബാലുവും കൂടി ചേർന്ന് പുത്തനാറ്റിൽ കെട്ടിയിട്ടിരുന്ന വള്ളത്തിലേക്ക് ഇറക്കി വെച്ചു. ഇപ്പം വരാന് എല്ലാവരോടുമായി പറഞ്ഞിട്ട് പല്ലവി പിന്തിരിഞ്ഞു. മാധവനും ഭാനുമതിയും അവിടെ നോക്കി നിന്നിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോളെ കള്ളിൻ്റെ അളവ്? മാധവൻ തിരക്കി. കുഴപ്പമില്ല വല്യച്ഛ. അവൾ വീട്ടിൽ കയറി. കത്തിക്കൂട് അരയിൽ നിന്ന് അഴിച്ചു വെച്ചു. ചുരക്കയും അതിനടുത്ത് തന്നെ വെച്ചു. ശേഷം ഗോപിദാസിൻ്റെ അടുത്തെത്തി. ഞാൻ കരുതിയതിലും കൂടുതൽ കള്ള് കിട്ടിയച്ചാ, അവൾ അറിയിച്ചു. നന്നായി, നന്നാവും. ഗോപിദാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിൽ ഞാൻ ഷാപ്പിൽ പോയി കള്ളാൾക്കട്ടെ അച്ഛാ, ഗോപിദാസിനോട് പറഞ്ഞിട്ട് പല്ലവി മടങ്ങി വന്നു. ഞങ്ങൾ ഷാപ്പിനടുത്ത് നിൽക്കാം. അതിനു മുമ്പ് പല്ലവി വള്ളത്തിൽ പോകുന്നതിൻ്റെ വിഷ്വൽസ് കൂടി വേണം, ദിലീപ് പറഞ്ഞു. പല്ലവി വള്ളത്തിൽ കയറി. പിന്നെ കരുണനെ നോക്കി. സഖാവും കൂടി വാ. കരുണനും വള്ളത്തിൽ കാൽ വെച്ചു. ബാലുവെ, നീ സൈക്കിളുമായി അക്കരയ്ക്ക് വരണം. പല്ലവി ബാലുവിന് നിർദ്ദേശം നൽകിയിട്ട് തുഴയെടുത്ത് വള്ളം കുത്തി പിന്നിലേക്ക് തള്ളി. വള്ളം പുത്തനാറിൻ്റെ മധ്യഭാഗത്ത് എത്തുവോളം ദിലീപിൻ്റെ ക്യാമറ അവളെ പിന്തുടർന്നു. അനന്തരം അവനും ഹരിലാലും കൂടി ബൈക്കിൽ അക്കരയ്ക്ക് പോയി. അതിനു മുമ്പേ ബാലു അക്കരെ എത്തിയിരുന്നു. പല്ലവിയുടെ കടയ്ക്കരികിൽ കുറച്ചു പേർ ഈ കാഴ്ച നോക്കി നിന്നിരുന്നു. അവരെ എത്തിയ വള്ളം മരക്കുറ്റിയിൽ കെട്ടിയിട്ടിട്ട് പല്ലവി കന്നാസിൽ കൈവച്ചു. കരുണനും അവളെ സഹായിച്ചു. റോഡിലേക്ക് കയറ്റിയ കള്ള് നിറച്ച കന്നാസ് വീണ്ടും ബാലുവിൻ്റെ സൈക്കിളിൻ്റെ കാരിയറിൽ വെച്ചു. അത് തള്ളിക്കൊണ്ട് ഷാപ്പിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 20ഓളം വരുന്ന ആളുകൾ പിന്തുടർന്നു. ആൾക്കൂട്ടം കണ്ട് ആ വഴി വന്ന വാഹനങ്ങൾ വേഗത കുറച്ചു. അതിലിരുന്നവർ എത്തി നോക്കി. സൈക്കിളിൽ കള്ളാണെന്ന് മനസ്സിലായില്ലെങ്കിലും എന്തോ പ്രത്യേകതയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഷാപ്പ് ഹരിലാലും ദിലീപും അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഷാപ്പ് ലൈസൻസ് ദേവസ്യയും പുലരിക്കള്ള് കുടിക്കാനെത്തിയ ഏതാനും പേരും ഇറങ്ങി വന്നു. അവരാണ് കന്നാസ് താങ്ങിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയത്. ഷാപ്പിലെ ഒരു ജീവനക്കാരൻ 1 ലിറ്റർ കൊള്ളുന്ന മഗ്ഗിൽ കള്ള് അളന്നു തുടങ്ങി. പല്ലവിയും കരുണനും നോക്കി നിന്നു. 18 ലിറ്റർ കള്ള്. മോളെ പല്ലവി, നീ തുടക്കം തന്നെ ഗംഭീരമാക്കിയല്ലോടി. ദേവസ്യയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവളത് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോൾ ആളുകൾക്ക് അവൾ അളന്ന കള്ള് തന്നെ വേണം. കറിയൊന്നും ആയിട്ടില്ല കേട്ടോ, ദേവസ്യ ഓർമ്മപ്പെടുത്തി. അതൊക്കെ പിന്നെ മതി അച്ചായ. അവർ കള്ള് കുടിക്കാൻ തുടങ്ങി. ആ രംഗവും ക്യാമറയിലായതോടെ ചാനലുകാർ മടങ്ങുവാനൊരുങ്ങി. പല്ലവി, ഞായറാഴ്ച രാവിലത്തെ ഗ്രാമീണ കാഴ്ച എന്ന പരിപാടിയിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യും കേട്ടോ, ഹരിലാൽ അറിയിച്ചു. പല്ലവി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ചാനലുകാർ പോയി. പല്ലവി കരുണനെ നോക്കി. ഇനി വീട്ടിൽ പോയിട്ട് വന്നു വേണം കട തുറക്കുവാൻ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണ്ടേ? അയാൾ തിരക്കി. ഓ, ഞാനത് മറന്നു സഖാവേ. അവൾ തല കുടഞ്ഞു. ശരി, മോള് പോയിട്ട് വാ. പരാതിയൊക്കെ ഞാൻ എഴുതി വച്ചേക്കാം. ശരി. പല്ലവി വീട്ടിൽ പോയി. ഭാനുമതി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരുന്നു. കുളിച്ച് വേഷം മാറി പല്ലവി കാപ്പി കഴിച്ചു. പിന്നെ കടയുടെ താക്കോലും എടുത്തിറങ്ങി. ഞാനും വരാം. ഭാനുമതി അവൾക്കൊപ്പം വള്ളത്തിൽ കയറി. ബാലു സ്കൂളിലേക്ക് പോകുവാൻ ഒരുങ്ങുകയായിരുന്നു. പല്ലവി കട തുറന്നപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനുള്ള പരാതി എഴുതി തയ്യാറാക്കിക്കൊണ്ട് സഖാവ് കരുണൻ വന്നു. നിന്റെ പേരിൻ്റെ അരികിൽ ഒന്ന് ഒപ്പിട്ടൊരു മോളെ. അയാൾ പരാതി അവൾക്ക് നീട്ടി. ഒരു പേനയും. സംഗതി ഒന്നുകൂടി ഓടിച്ചു വായിച്ചിട്ട് പല്ലവി ഒപ്പിട്ടു. എന്നിട്ട് തിരക്കി. സഖാവ് ഒരുപാട് പരാതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ? കരുണൻ ചിരിച്ചു. ഒരു സമയത്ത് ഇത് മാത്രമായിരുന്നു പണി. എങ്കിൽ ഇതൊരു ജോലിയായിട്ട് അങ്ങ് ഏറ്റെടുത്തുകൂടെ? സ്റ്റേഷനടുത്ത് ഒരു മേശയും കസേരയും ഇട്ടിരുന്നാൽ മതിയല്ലോ. അവളൊരു കവറെടുത്ത് പരാതി എഴുതിയ കടലാസ് 4ആയി മടക്കി അതിനുള്ളിൽ വെച്ചു. പിന്നെ ഭാനുമതിയോട് യാത്ര പറഞ്ഞ് ഇരുവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനുള്ളിൽ കുനിഞ്ഞ ശിരസോടെ നിൽക്കുകയായിരുന്നു നഞ്ചു കള്ളിൽ കലർത്താൻ വന്നവർ. SHO ആൻ്റണിയെ പല്ലവി പരാതി ഏൽപ്പിച്ചു. സംഗതി ക്രിമിനൽ കേസായിട്ടാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. മിനിമം 14 ദിവസം ഇവന്മാർ അകത്ത് കിടക്കും. പിന്നെ ഇവർ പ്രേരണ നൽകിയ ഗൗതത്തെയും ഞാൻ പൊക്കുന്നുണ്ട്, ആൻ്റണി പറഞ്ഞു. താങ്ക് യു സാർ. പല്ലവി തിരിഞ്ഞ് നടക്കാൻ ഭാവിച്ചു. പിന്നെ ആൻ്റണി തുടർന്നു. ഞങ്ങൾക്ക് ദൃക്സാക്ഷി മൊഴികൾ വേണ്ടിവരും. ജനം സഹകരിക്കുമല്ലോ അല്ലേ? 1ാം സാക്ഷി ഞാൻ തന്നെയാ സാറേ. പിന്നെ എത്ര പേരെ വേണമെങ്കിലും ഞാൻ ഏർപ്പാട് ചെയ്തു തരാം, കരുണൻ ഉറപ്പ് കൊടുത്തു. അതെനിക്കറിയാം സഖാവേ, ആൻ്റണി തലയാട്ടി. ദിവസങ്ങൾ കഴിഞ്ഞു. രാവിലെ ഭക്ഷണം കഴിഞ്ഞാണ് പല്ലവി കള്ളെടുക്കാൻ പോവുക. ഷാപ്പിൽ കള്ള് അളന്നു കഴിഞ്ഞ് അവൾ കട തുറക്കും. ഉച്ചയ്ക്കും വൈകിട്ടും ചെത്താൻ പോകുന്ന നേരത്ത് ഭാനുമതിയെ കടയിലിരുത്തും. വൈകിട്ടും അവൾ കള്ളെടുക്കുന്നുണ്ട്. ആ സമയം സഹായിയായി ബാലു ഉണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ പല്ലവിയുടെ പുലരിക്കള്ളിനും അന്തിക്കള്ളിനും ആവശ്യക്കാർ ഏറെയായി. വേറെ 6 ചെത്തു തൊഴിലാളികൾ കൂടി ഉണ്ടായിരുന്നു ദേവസ്യയുടെ ഷാപ്പിൽ. തങ്ങളെക്കാളൊക്കെ കള്ള് പല്ലവി അളക്കുന്നത് കാണുമ്പോൾ അവർക്ക് അത്ഭുതമായിരുന്നു. ഗോപിദാസിൻ്റെ മോളല്ലേ, മോശം വരില്ല, അവർ അടക്കം പറഞ്ഞു. ഇതിനിടെ കള്ളിൽ നഞ്ചു കലർത്തുവാൻ ആളിനെ വിട്ട കേസിൽ ഗൗതത്തെ പോലീസ് പലവട്ടം തിരഞ്ഞു. അവൻ പക്ഷേ ഏതാനും ദിവസം ഒളിവിലായിരുന്നു. അവൻ നിയോഗിച്ചവർ റിമാൻഡിലും. അവസാനം ഇത്തവണയും ദത്തൻ ആലപ്പുഴയിലെ പാർട്ടിക്കാർ
പാർട്ടിക്കാരൻ സത്യനേശനെ കണ്ട് ചോദിച്ച പണം നൽകി ഗൗതത്തെ കേസിൽ നിന്ന് ഊരിയെടുത്തു. രാവിലെയും വൈകിട്ടും ബാലുവിനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ പല്ലവിക്ക് പ്രയാസം തോന്നി. സ്കൂളിൽ പോകുന്ന കുട്ടിയല്ലേ, അവൻ സൈക്കിളിൽ കള്ളുമായിട്ട് പോകുമെന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ കുറച്ചിൽ തോന്നിയാലും അവൻ തന്നോട് പറയില്ലെന്ന് പല്ലവിക്കറിയാം. അതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. വിഷയം അവൾ സഖാവ് കരണിനോട് അവതരിപ്പിച്ചു. പല്ലവിയുടെ ചിന്ത ന്യായമാണെന്ന് അയാൾ സമ്മതിച്ചു. ഒരു കാര്യം ചെയ്യാം മോളെ, ഒരു പഴയ സ്കൂട്ടർ വാങ്ങാം. അതിലാകുമ്പോൾ മുന്നിൽ കള്ളു വെച്ചുകൊണ്ട് നിനക്ക് പോകാം, അയാൾ അഭിപ്രായപ്പെട്ടു. സംഗതി കൊള്ളാം സഖാവേ, എനിക്ക് പക്ഷേ സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല, മാത്രമല്ല ലൈസൻസുമില്ല. പല്ലവി ചിന്താധീനയായി. സ്കൂട്ടർ ഓടിക്കാൻ സൈക്കിൾ ബാലൻസ് മതി. ബാലുവിനോട് പറ നിന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കാൻ. അത് കഴിഞ്ഞ് നെടുമുടിയിലെ നവമി ഡ്രൈവിംഗ് സ്കൂളുകാരോട് പോയി ലേണേഴ്സിൻ്റെ കാര്യം പറ. അവർ ശരിയാക്കി തരും. ലേണേഴ്സ് എക്സാം എഴുതാൻ നീ പോകണമെന്ന് മാത്രം. അതും എളുപ്പമാണ്, ഇപ്പോൾ കമ്പ്യൂട്ടറിലാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യുവാൻ പല്ലവി തീരുമാനിച്ചു. സൈക്കിൾ ബാലൻസ് കിട്ടിയപ്പോഴേക്കും അവൾ ലേണേഴ്സ് ലൈസൻസ് എടുത്തു. ദേവസി അഡ്വാൻസായി 10,000 രൂപ പല്ലവിക്ക് നൽകി. 8,000 രൂപയ്ക്ക് കരുണൻ ഒരു കൈനറ്റിക് ഹോണ്ട സ്കൂട്ടറും ഏർപ്പാടാക്കി. ചിറയിലൂടെ അവൾ സ്കൂട്ടർ ഓടിച്ച് ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് എളുപ്പമായി അവൾക്ക് തോന്നി. തൊട്ടടുത്ത ഞായറാഴ്ച പല്ലവിയുടെ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുമെന്ന് ചാനൽ റിപ്പോർട്ടർ ഹരിലാൽ പറഞ്ഞെങ്കിലും അന്ന് അതുണ്ടാവില്ലെന്ന് അവൻ തലേന്ന് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. നേരത്തെ ഷൂട്ട് ചെയ്ത പ്രോഗ്രാമുകൾ വേറെ ഉണ്ടായിരുന്നു. 3 ആഴ്ചകൾക്ക് ശേഷമുള്ള ഒരു ശനിയാഴ്ച ഹരിലാൽ പല്ലവിയുടെ സെൽഫോണിലേക്ക് വിളിച്ചു. സോറി പല്ലവി, ചില പ്രത്യേക കാരണങ്ങളാലാണ് സംഗതി നീണ്ടുപോയത്. നാളെ രാവിലെ 8 മണിക്ക് ഇൻ്റർവ്യൂ ഉണ്ടാകും. നാളെ പറയുമോ വീണ്ടും മാറ്റിവെച്ചെന്ന് അവൾ തമാശയോടെ തിരക്കി. ഒരിക്കലുമില്ല, അവൻ ചിരിക്കുന്നത് കേട്ടു. അടുത്ത ദിവസം പല്ലവി നേരത്തെ പോയി കള്ളെടുത്തു. 7:45 തന്നെ എല്ലാവരും TV ഓൺ ചെയ്ത് അതിന് മുന്നിലിരുന്നു. വീൽ ചെയറിൽ ഗോപിദാസിനെയും കൊണ്ടിരുത്തി. 8 മണി അടുക്കുംതോറും പല്ലവിക്ക് എന്തോ നെഞ്ചിടിപ്പേറി. താൻ ആദ്യമായാണ് ഒരു ചാനലിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ഓഡിയൻസിൻ്റെ പ്രതികരണം എന്തായിരിക്കും? തന്നെ മോശമാക്കുന്ന എന്തെങ്കിലും ചിത്രങ്ങൾ ഉണ്ടാകുമോ? ക്യാമറമാന്മാർ എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് തനിക്കറിയില്ലല്ലോ. അവളുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് ഭാനുമതി വിളിച്ചു. മോളെ. ഞെട്ടി ഉണർന്ന പോലെ പല്ലവി TV-യിലേക്ക് നോക്കി. അതിൽ ടൈറ്റിൽ തെളിയുന്നു, ഗ്രാമീണ കാഴ്ച, ഒപ്പം മിന്നിമറിയുന്ന നാടൻ കാഴ്ചകൾ. നെല്ല് വിതയും കൊയ്ത്തും 100 കണക്കിന് വെള്ളക്കൊറ്റുകളുമെല്ലാം. പിന്നെ സ്ക്രീനിൽ ഹരിലാലിൻ്റെ മുഖം തെളിഞ്ഞു. എല്ലാ പ്രേക്ഷകർക്കും മാതൃദേശത്തിൻ്റെ ഗ്രാമീണ കാഴ്ചയിലേക്ക് സ്വാഗതം. ഹരിലാലിൻ്റെ ഘനഗംഭീരമായ ശബ്ദം. നേരിൽ സംസാരിക്കുമ്പോൾ അവൻ്റെ സ്വരത്തിന് ഇത്രയും ഗാംഭീര്യം ഇല്ലെന്ന് പല്ലവിക്ക് തോന്നി. ഹരിലാൽ തുടരുകയാണ്. ഇന്ന് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കും സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത ഒരു പെണ്ണിൻ്റെ അതിജീവനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ജീവിതകഥ. തുടർന്ന് സ്ക്രീനിൽ പല്ലവിയുടെ മുഖം തെളിഞ്ഞു. അത് താൻ തന്നെയാണോ എന്ന് ഒരു നിമിഷം സംശയിച്ചു പോയി പല്ലവി. ഹരിലാലിൻ്റെ ശബ്ദം വീണ്ടും. ഇവൾ പല്ലവി, സ്വന്തം കുടുംബത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി തെങ്ങുചെത്ത് ഉപജീവനമായി സ്വീകരിച്ചവൾ. ബിരുദ വിദ്യാർത്ഥിനിയാണെന്ന യാതൊരു സങ്കോചവുമില്ലാതെ തൊഴിലിനെ ഉപവസിക്കുന്നവൾ. പിന്നീട് പല്ലവി തെങ്ങിൽ കയറുന്നതിൻ്റെയും കള്ളെടുക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ മിന്നിമറഞ്ഞു. അതിനുശേഷം അവളുടെ ഇൻ്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങൾ. വീണ്ടും ഹരിലാലിൻ്റെ വിവരണം. ഇടയ്ക്കിടെ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി ഭാഗങ്ങളും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അഭിപ്രായങ്ങളും. അവസാനം കള്ള് ഷാപ്പിൽ അളന്ന് കൊടുക്കുന്നതുവരെ. 1/2 മണിക്കൂർ കടന്നുപോയത് പല്ലവിയും കുടുംബവും അറിഞ്ഞില്ല. ഹരിലാൽ പറഞ്ഞ് അവസാനിപ്പിച്ചതിങ്ങനെ. തൊഴിലില്ലായ്മയിൽ നട്ടം തിരിയുന്ന നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു വഴികാട്ടി തന്നെയാണ് പല്ലവി. ഏത് തൊഴിലിനും അതിൻ്റേതായ അന്തസ്സുണ്ടെന്നും മറ്റുള്ളവർ തന്നെ എങ്ങനെ കാണുന്നുവെന്ന് സങ്കോചപ്പെടേണ്ട കാര്യമില്ലെന്നും തെളിയിച്ചവൾ. പല്ലവിക്ക് വേണ്ടി, അവളുടെ വിജയത്തിനു വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഗ്രാമീണ കാഴ്ച അവസാനിച്ചു. ഗോപിദാസോ ആ വീട്ടിൽ ആരെങ്കിലുമോ അല്പനേരത്തേക്ക് അനങ്ങിയില്ല. കണ്ട രംഗങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ തെളിയുകയായിരുന്നു. അവസാനം ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പല്ലവി മുഖം തിരിച്ച് അച്ഛനെ നോക്കി. TV-യിൽ അടുത്ത പ്രോഗ്രാം ആരംഭിച്ചെങ്കിലും അതിൽ നിന്ന് കണ്ണെടുക്കാതെ ഇരിക്കുകയായിരുന്നു ഗോപിദാസ്. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അത് പക്ഷേ ഗോപിദാസ് അറിയുന്നില്ല. പല്ലവിയുടെ നോട്ടം മാധവനിലേക്കും ഭാനുമതിയിലേക്കും മാറി മാറി വീണു. അവരും കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടു. സങ്കടം തോന്നിയിട്ടാവും ബാലു എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് പല്ലവിയുടെ സെൽ റിങ് ചെയ്തു. അവൾ അതെടുത്ത് നോക്കി. ഹരിലാൽ കോളിംഗ്. അവളുടെ മുഖത്തൊരു പുഞ്ചിരി മിന്നി. അവൾ കോളെടുത്തു. പറയൂ സാർ. പ്രോഗ്രാം കണ്ടോ? അവൻ്റെ ചോദ്യം. കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു? പല്ലവിക്ക് പെട്ടെന്നൊരു കുസൃതി തോന്നി. അവൾ മറുപടി നൽകി. ഞാൻ വിചാരിച്ചത്ര മോശമായില്ല സാർ. അപ്പുറത്ത് ഹരിലാലിൻ്റെ പൊട്ടിച്ചിരി. പല്ലവിക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. ജീവിതം തന്നെ ഒരു തമാശയല്ലേ സാർ? പിന്നെ പ്രോഗ്രാം ഗംഭീരമായിരുന്നു കേട്ടോ. ദിലീപ് സാറിനോട് പറഞ്ഞേക്കണേ. ഓ ഷുവർ. പിന്നെ അവനൊന്ന് നിർത്തി. പല്ലവിയെ നെറ്റിച്ചുളിഞ്ഞു. എന്താണ് സാർ? പ്രോഗ്രാം കണ്ടിട്ട് അപ്പോൾ തന്നെ ഒരാൾ ചാനലിലേക്ക് വിളിച്ചിരുന്നു. എന്താണ് സാർ? പല്ലവിക്ക് മനസ്സിലായില്ല. അതൊക്കെ പിന്നീട് പറയാം. അടുത്ത മാസം ആ ആൾ തന്നെ കാണാൻ വരും. കാര്യം അപ്പോഴേ താൻ അറിയാൻ പാടുള്ളൂ. പിന്നെ ഞങ്ങളോട് ആദ്യം പ്രതികരിച്ചതുപോലെ അദ്ദേഹത്തോടൊന്നും പറഞ്ഞേക്കല്ലേ? ഇല്ല. ഇത്തവണ പല്ലവിയും പൊട്ടിച്ചിരിച്ചു. ദിവസങ്ങൾ 2-3 കഴിഞ്ഞു. TV-യിൽ പല്ലവിയുടെ ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ദേവസയുടെ കള്ളുഷാപ്പിൽ തിരക്ക് കൂടി തുടങ്ങി.
AC റോഡിലൂടെ സഞ്ചരിക്കുന്നവർ മാത്രമല്ല, മറ്റു പ്രദേശങ്ങളിൽ നിന്നുകൂടി ആളുകൾ പല്ലവിച്ചെത്തുന്ന കള്ളു കുടിക്കാൻ എത്തിത്തുടങ്ങി. കള്ളിൽ മായം ചേർക്കുന്ന പ്രകൃതക്കാരനല്ല ദേവസ്യ. വാചകള്ളു ഉണ്ടാക്കുന്നതും അയാൾക്ക് ഇഷ്ടമല്ല. ആളുകളെ കൊന്നുള്ള ലാഭം തനിക്ക് വേണ്ടെന്നാണ് അയാളുടെ നിലപാട്. എങ്കിലും വരുന്നവർ മുഴുവൻ പല്ലവിയുടെ കള്ളുമതിയെന്ന് പറഞ്ഞു തുടങ്ങിയതോടെ ദേവസ്യ വിഷമാവസ്ഥയിലായി. അയാൾ സഖാവ് കരുണനോട് കാര്യം സംസാരിച്ചു. കരുണൻ കുറച്ചുനേരം ചിന്തിച്ചിരുന്നു. പിന്നെ പറഞ്ഞു, തനിക്ക് കള്ളം പറയാനും പ്രവർത്തിക്കാനും അല്ലേ ബുദ്ധിമുട്ടുള്ളൂ? അർദ്ധസത്യങ്ങൾ പറയാമല്ലോ. ദേവസ്യയ്ക്ക് മനസ്സിലായില്ല. കരുണൻ വിശദീകരിച്ചു. അതായത് മറ്റ് ചെത്തുകാർ കൊണ്ടുവരുന്ന കള്ളിൻ്റെ കൂടെ പല്ലവി അളക്കുന്നതും മിക്സ് ചെയ്യുക. അപ്പോൾ താൻ പറയുന്നതിൽ പകുതി സത്യമാകില്ലേ? പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും അതല്ലാതെ ദേവസ്യയ്ക്ക് മുന്നിലും വേറെ മാർഗമില്ലായിരുന്നു. അടുത്ത ദിവസം മുതൽ പല്ലവി കൊണ്ടുവരുന്ന കള്ള് ഒരു വലിയ ഫൈബർ വീപ്പയിലേക്ക് പകർന്നിട്ട് മറ്റുള്ളവരുടെ കള്ളും അതിലേക്ക് തന്നെ ഒഴിച്ച് പ്രശ്നം പരിഹരിച്ചു. കള്ളു വിൽപ്പന കൂടിയതോടെ ഷാപ്പിൽ ഭക്ഷണ വിൽപ്പനയെ ആനുപാതികമായി വർദ്ധിച്ചു. നല്ല എരിവും പുളിയുമുള്ള മീൻ വേണം ജനത്തിന്. അതുപോലെ കോഴിയും താറവും കക്കയും ഞണ്ടുമൊക്കെ അവർക്ക് ആസ്വാദ്യമായിരിക്കണം. ദേവസ്യയുടെ ഷാപ്പിൽ 3 പാചകക്കാരുണ്ട്. അവർക്ക് പക്ഷേ ഈ പറഞ്ഞ പ്രകാരം കറികളുണ്ടാക്കുവാനുള്ള പ്രാവീണ്യം പോരാ. നേരത്തെ തിരക്ക് കുറവുള്ള സമയങ്ങളിൽ അവരുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ താനും. ദേവസ്യയും കരുണനും പല സ്ഥലങ്ങളിലും ആളിനെ തിരഞ്ഞു. എന്നാൽ ഒരിടത്ത് പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന ആളിനെ കൊണ്ടുവരണമെങ്കിൽ ഇരട്ടി ശമ്പളം കൊടുക്കേണ്ടി വരും. ഭാനുമതിയും പല്ലവിയും കടയിലിരിക്കുന്ന സമയത്ത് ഇക്കാര്യം ഒരു നാൾ കരുണനും ദേവസ്യയും സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുവാൻ കാരണമായത് കച്ചവടം എങ്ങനെയുണ്ട് ദേവസ്യ എന്നുള്ള ഭാനുമതിയുടെ ചോദ്യമായിരുന്നു. എന്തു പറയാനാ ചേട്ടത്തി, കച്ചവടം നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ ദേവസ്യ താൻ അനുഭവിക്കുന്ന ധർമ്മസങ്കടത്തെക്കുറിച്ച് വിശദമാക്കി. കള്ളു മാത്രം വിറ്റാൽ എന്നെ കിട്ടാനാ? നല്ല കപ്പയും കറികളുണ്ടെങ്കിൽ ആളുകൾ കൂടി വരികയുള്ളൂ. കച്ചവടവും. കരുണനും പറഞ്ഞു. പക്ഷേ പുതിയ ഒരു ഷെഫിനെ വയ്ക്കണമെങ്കിൽ ഇപ്പോൾ വലിയ പ്രയാസമാണേ. എടോ കരുണ, ഭാനുമതി ഒന്ന് ചിരിച്ചു. വലിയ ഹോട്ടലുകളിലെയും ഷാപ്പിലെയും ഒക്കെ പാചകക്കാരേക്കാൾ ക്യാമറ നല്ല നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നവർ. എന്നാൽ കൈപ്പുണ്യം എന്ന ഒന്നുണ്ടല്ലോ, അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. മായം ചേർക്കാത്ത സാധനങ്ങൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ ഒരു ഹോട്ടലും അതിൻ്റെ 7 അയലത്ത് വരത്തില്ല. പലതരം കളറുകളും എണ്ണയാണെന്നും പറഞ്ഞു. എന്തൊക്കെയാണ് അവർ ഭക്ഷണത്തിൽ ചേർക്കുന്നത്? മനുഷ്യന് കഴിക്കാനുള്ളതാണെന്ന വിചാരം വല്ലതും അവർക്കുണ്ടോ? ഭാനുമതിയുടെ ചോദ്യം സത്യമാണെന്ന് ദേവസ്യയ്ക്കും അറിയാം. മീൻകറിയിൽ ഒരു തവണ ഉപയോഗിച്ച പുളി കഴുകിയുണക്കി പിന്നീട് ഉപയോഗിക്കുന്നവരെ തനിക്കറിയാം. അതുപോലെ കറികൾക്ക് ഒറിജിനാലിറ്റി കിട്ടത്തക്ക വിധത്തിൽ ചേർക്കപ്പെടുന്ന കളർ പൗഡറുകൾ. തൽക്കാല രുചി മാത്രമേ അവയ്ക്കുള്ളൂ. അവ വയറ്റിൽ ചെന്നാലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കഴിക്കുന്നവരും ചിന്തിക്കുന്നില്ല, വിളമ്പുന്നവരും ചിന്തിക്കുന്നില്ല. ഇത് കേട്ടാൽ തോന്നുമല്ലോ വല്യമ്മയ്ക്ക് നാടൻ ഭക്ഷണം രുചികരമായി ഉണ്ടാക്കാൻ കഴിയുമെന്ന്. പല്ലവി ചിരിച്ചു. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത് അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണമാണ്. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാത്തതിനാൽ എനിക്കൊട്ടും അറിയുകയുമില്ല. കൃത്രിമ ദേഷ്യം നടിച്ച് ഭാനുമതി ചെറുമകളെ ഒന്ന് നോക്കി. നിന്റെ അച്ഛൻ ചെത്ത് തൊഴിലാളി ആയിരുന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ട്, പല്ലവി സമ്മതിച്ചു. അതൊക്കെ ആരോ ഉണ്ടാക്കിയത്? എൻ്റെ അമ്മ. പല്ലവിയുടെ ശബ്ദത്തിൽ അഭിമാനം തുളുമ്പി. ഓ, ഒരമ്മ. എടി മോളെ, അതിൻ്റെയൊക്കെ കൂട്ട് പറഞ്ഞു കൊടുത്തത് ഞാനാ. നിൻ്റെ അമ്മ വീട്ടിൽ വന്ന് കയറുമ്പോൾ നേരെ വണ്ണം ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. ഒക്കെ ഞാനാ പഠിപ്പിച്ചത്. പിന്നെ വെറുതെ ഇരുന്ന് മരുമകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് എനിക്കൊരു സുഖവുമായിരുന്നു. ഭാനുമതി സത്യം തുറന്നു പറഞ്ഞു. പല്ലവിയുടെ നെറ്റിച്ചുളിഞ്ഞു. തൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള സ്വാദിഷ്ടമായ ഭോജികളെക്കുറിച്ച് അവൾ ഒരു മാത്ര ഓർത്തുപോയി. എങ്കിൽ പെട്ടെന്ന് സഖാവ് കരുണൻ തിരക്കി. ചേട്ടത്തിക്കിടയ്ക്കിടെ രാവിലെ ഷാപ്പിലേക്കൊന്ന് വരാമോ? അവിടുത്തെ പാചകക്കാർക്ക് നിർദ്ദേശങ്ങൾ മാത്രം നൽകിയാൽ മതി. ഭാനുമതി തല വെട്ടിച്ചു. അതൊന്നും പറ്റുകയില്ല കരുണ. ഞാൻ പറയുന്നതൊന്നും അവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവസാനം എൻ്റെ സ്വഭാവം അനുസരിച്ച് കയ്യിൽ കിട്ടുന്നതെടുത്ത് ഞാൻ അവരുടെ തലമണ്ട അടിച്ചു പൊളിക്കും. അതോടെ ദേവസ്യയുടെ ഷാപ്പിൽ ഇപ്പോഴുള്ള കച്ചവടവും തീരും. അത് കേട്ട് പല്ലവിയും ദേവസ്യയും കരുണനും ചിരിച്ചുപോയി. പിന്നെ എന്താ ചേട്ടത്തി ഇതിനൊരു പരിഹാരം? ചങ്ങനാശ്ശേരിക്ക് പാഞ്ഞുപോയൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൻ്റെ ഒച്ചയിൽ ദേവസ്യയുടെ ശബ്ദം കലർന്നു. ഭാനുമതി കുറച്ചു നേരം ചിന്തിച്ചിരുന്നു. പിന്നെ ചുണ്ടാനക്കി. വേണമെങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്താം. 1 കിലോ മീൻ, 1 കിലോ ഇറച്ചി, അവ ഏത് തരത്തിലുള്ളതാവട്ടെ, വെട്ടിക്കഴുകി വൃത്തിയാക്കി രാവിലെ വീട്ടിൽ കൊണ്ടുപോവാ. ഞാനത് വച്ചു തരാം. അതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യം ചിന്തിക്കാം. സമ്മതിച്ചു. ദേവസ്യയുടെ മുഖം തെളിഞ്ഞു. പക്ഷേ വല്യമ്മേ, പല്ലവി എന്തോ ചോദിക്കാനാഞ്ഞു. ഭാനുമതി കൈയുയർത്തി തടഞ്ഞിട്ട് ദേവസ്യയ്ക്ക് നേരെ തിരിഞ്ഞു. പിന്നെ പഴുത്തളിഞ്ഞതോ ശരിക്ക് വൃത്തിയാക്കാത്തതോ ആണേലേ ഞാനതെടുത്ത് പുത്തനാറ്റിലെറിയും, കൊണ്ടുവരുന്ന പാത്രത്തോടെ. പറഞ്ഞേക്കാം. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ചേട്ടത്തി. ദേവസ്യ ഉറപ്പ് കൊടുത്തു. കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നിട്ട് കുറച്ചുപേർ കടയിലേക്ക് വന്നപ്പോൾ ദേവസ്യയും സഖാവ് കരുണനും പോയി. ആഗതർ തങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങി മടങ്ങിയ ശേഷമാണ് പല്ലവി പിന്നീട് അക്കാര്യം ഭാനുമതിയോട് സംസാരിച്ചത്. വല്യമ്മ എന്തിനാ അവരോട് അങ്ങനെ പറഞ്ഞത്? അതോ? ഭാനുമതി ഒന്ന് ചിരിച്ചു. നീ ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ ഏതുവരെ പോകാൻ പറ്റുപടി മോളെ? നമ്മൾ ഒന്നിച്ച് തുഴഞ്ഞാലോ? ആർക്കും അധികം ക്ഷീണം ഉണ്ടാവുകയുമില്ല.
വേഗത്തിൽ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് എത്താനും കഴിയും. ശരിയല്ലേ? എന്നാലും വല്യമ്മ, പല്ലവിക്ക് പ്രയാസം തോന്നി. ഈ പ്രായത്തിൽ വല്യമ്മ ഒരെന്നാലുമില്ലടി. ഞാനും നിൻ്റെ വല്യച്ഛനും രാവിലെ പണിയൊന്നും ഇല്ലാതിരിക്കുകയല്ലേ. അങ്ങേരാണെങ്കിലേ രുചി നോക്കി കൃത്യമായി പറയും. പിന്നെ ഏതവൻ കഴിച്ചാലും കുറ്റം പറയത്തില്ല. ചുറ്റുമൊന്ന് നോക്കിയിട്ട് ഭാനുമതി ശബ്ദം താഴ്ത്തി. നീ ഇത് അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കരുത്. സത്യത്തിൽ എന്നെ ഈ പാചകമൊക്കെ പഠിപ്പിച്ചത് നിൻ്റെ വല്യച്ഛനാ. അങ്ങേർക്ക് പണ്ട് ചെത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഷാപ്പിലെ കറിയുടെ പരിപാടിയായിരുന്നു. മണം കൊണ്ട് അങ്ങേര് പറയും ഉപ്പുണ്ടോ എരിവുണ്ടോ പുളിയുണ്ടോ എന്ന്. കണ്ണു വീഴ്ചയിരുന്ന് പോയി പല്ലവി. അങ്ങനെയെങ്കിൽ ഒരാശയം തോന്നി. അത് പക്ഷേ അപ്പോൾ പറഞ്ഞില്ല. നീ ഒരു കാര്യം ചെയ്യണം പല്ലവി, ഭാനുമതി നിർദ്ദേശിച്ചു. തൽക്കാലത്തേക്ക് 1 കിലോ വറ്റൽമുളക്, 1/2 കിലോ മല്ലി, വെളിച്ചെണ്ണ, കുറച്ച് ഉണക്ക മഞ്ഞൾ, ഇതൊക്കെ ഇപ്പോൾ തന്നെ വാങ്ങണം. മസാലക്കൂട്ടും. വെയിൽ പോകും മുമ്പ് മല്ലി കഴുകി ഉണങ്ങണം. ബാക്കിയൊക്കെ വെയിലത്ത് വയ്ക്കണം. നമുക്കൊരു കൈ നോക്കാൻ വേണ്ടി. തലയാട്ടുവാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല പല്ലവിക്ക്. അപ്പോൾ സമയം 11 കഴിഞ്ഞിരുന്നു. വല്യമ്മയുടെ ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അവൾ വള്ളത്തിൽ ചിറയിലേക്ക് പോയി. മല്ലി കഴുകിയ ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ വെയിലത്ത് നിരത്തി. മറ്റുള്ളത് ന്യൂസ് പേപ്പറിലും. കാറ്റത്ത് അവ മറിഞ്ഞു പോകാതിരിക്കുവാൻ 4 ഭാഗത്തും മെറ്റൽ കഷ്ണങ്ങളും വച്ചു. ഗോപിദാസിന് ചോറ് കൊടുത്തിട്ട് അവളും മാധവനും കഴിച്ചു. പിന്നെ വല്യച്ഛാ, വെയിലത്തിരിക്കുന്നതൊന്ന് നോക്കി വെക്കണേ എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ ചെത്തിനായി പോയി. മടങ്ങി വന്നയുടൻ കടയിൽ പോയി ഭാനുമതിയെ വള്ളത്തിൽ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തു. അവർ സ്കൂട്ടറിൽ കയറിയില്ലായിരുന്നു. കഥ തുടരും.